ഹലോ, നമസ്തേ കൊച്ചിയിലെ പുതിയൊരു വ്ളോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇവിടെ നോക്കണമെന്നാണ് ഡൗട്ട്. രാത്രി എന്നല്ല, എനിക്ക് ഇനി വരും ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്നെ അതിഭീകരമായ ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു, ഒരു ഭീഷണിപ്പെടുത്തി. അല്ല, അത് ഞാൻ അർഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു കാര്യമില്ലാതെ പെണ്ണെ പോയി ചുരണ്ടി ഞാൻ വെറുതെ എന്തിനാ റോട്ടിൽ കൂടെ പോണ വഴിക്ക് ഇത് വിളി കേൾക്കണേന്ന് ഓർത്തിട്ട് ഞാൻ കുറേയൊക്കെ ഈ ആൻറ്റിയുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കും. പിന്നെ കുറേ കാര്യമൊക്കെ ഇൻഫോർമേറ്റീവാണ്. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. കൊള്ളാം, അനുകരണം കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ ചില നേരത്തെ ഇവരുടെ സ്വഭാവമുണ്ട്. ഇവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആളാണെന്നാണ് ഇവരുടെ വിചാരം. അത്രയൊക്കെ വേണോ ബല? നമ്മള് അഹങ്കരിക്കരുത്, നമ്മൾ ഒന്നിനും അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ പോയി. കുഴപ്പമില്ല, നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ഇടുന്നതിനോ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നതിനോ നിങ്ങൾ സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതിനോ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എല്ലാ വീഡിയോസും ഞാൻ കാണാറുള്ളതാണ്. മിക്കതും, ചിലതൊക്കെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം ഞാൻ എടുത്ത് ഓഫ് ചെയ്ത് വയ്ക്കും. അവിടെ വെക്കട്ടെ. അപ്പം ഈ ആൻറ്റിയുടെ പല വീഡിയോസും ഞാൻ കാണാറുള്ളതാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, റിയാക്ഷൻ വീഡിയോസ് എല്ലാം നല്ലതാണ് ഷെഫീന ചേച്ചി. ബട്ട് ഈ തെറിവിളി കുറച്ച് കൂടുന്നില്ലേ? കുറെ നാളായിട്ട് തെറിവിളി ഇല്ലാണ്ടിരുന്നതായിരുന്നല്ലേ? ഈ പെങ്കൊച്ച് കൊറേ നിന്റെ കേയു എന്നെ എടുത്ത അന്നത്ത് കാണുന്നവർ മറുപടി പറയും. നിന്റെ മൊബൈൽ എടുക്കുന്ന മലരി പബ്ലിക്കിൽ വിട്ടാൽ മറുപടി കേൾക്കാൻ തയ്യാറാകണം. ടാങ്കോ ആപ്പിൽ തുണി പൊക്കുന്നവളും ആണുങ്ങളെ ചതിക്കുന്നവൾക്കും വക്കാലത്ത് പറയുന്ന വേശികളാണ് നീ. അതാണ് സത്യം. കേട്ടോ, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് എന്തും അങ്ങട് പറഞ്ഞു വിടാന്ന് വിചാരിക്കരുത്. നോട്ട് ദ പോയിന്റ്. എനിക്ക് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരെടുത്തിട്ട് എനിക്ക് ഫേമസ് ആവണമെന്നില്ല. പക്ഷേ ആസ് എ ഓഡിയൻസ്, ആസ് എ പ്രേക്ഷക, യൂട്യൂബ് ഞാനും റീചാർജ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സംഭവമാണ്. ആ നിലയ്ക്ക് ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉളുപ്പുണ്ട്. ആ ഉളുപ്പും എന്താ പറയാ, ഒരു എന്താ പറയാ, എല്ലാവരും ഇങ്ങനെ അടച്ചാക്ഷേപിക്കലടേ. നിങ്ങൾ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത്? നിങ്ങൾക്ക് ഇത്തിരി മാന്യതയോടും മര്യാദയോടും റിയാക്ട് ചെയ്യാൻ പാടില്ലേ? വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പറയണ എന്തിനാ? അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം ഞങ്ങൾ യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓർഡിനറി പേഴ്സൺ ആയിട്ട് കമന്റ് ഇട്ട് വെറുതെ നാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ചാനലിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നു, റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇടുന്നു. അത് നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അത് പറഞ്ഞത് ശരിയായില്ല കേട്ടോ. ഒരു പെണ്ണിനെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ വേശി എന്ന് പറയുന്നത്? എന്തർത്ഥത്തിലാണ് നിങ്ങൾ വേശി എന്ന് പറയുന്നത്? നിങ്ങളുടെ എന്തോരം കഥകളൊക്കെ കുറെ യൂട്യൂബ് ചാനലിൽ കുറെ ആണുങ്ങളൊക്കെ പറഞ്ഞ് പരത്തി നടപ്പുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടോ? ഞാൻ വിളിക്കൂല. ഞാനൊരു പെണ്ണിനെ അങ്ങനെ വിളിക്കില്ല. നമ്മള് ഒരാളെ അടച്ചാക്ഷേപിച്ച് അവരെ എന്നിട്ട് ബാഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ആ ഒരു ഗതിയില്ലേ, ആ ഗതി അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്തെങ്കിലും ഒരിക്കലും. അതാണ് ജാസ്മിന്റെ കേസിൽ വിവി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതിന് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എന്തിനാടാ നീ നിന്റെ ഫ്രണ്ടിനെ ഇത്രയും നാറ്റിക്കണേന്നും പറഞ്ഞിട്ട്. തെറ്റാർക്കും പറ്റും എന്ന് പറഞ്ഞ പോലെ നിങ്ങള് ഇപ്പൊ ഒരാളുടെ അധപതനത്തിന് സന്തോഷിച്ചാ നിങ്ങൾക്കും അവസ്ഥ വരും. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ല, എന്നെ ബാധിക്കണ കാര്യമല്ല. പക്ഷേ ഒരു കമന്റ് ഇട്ടോ ഒരു വീഡിയോ ഇട്ടോ ഒരു പെണ്ണിനോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ, അതേപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിച്ചൂടെ? ഇത് വളരെ മോശമാണ്.
വേശിയെ പോലെ എന്ന് പറഞ്ഞതിന് അർത്ഥം വേശിന്ന് വിളിക്കുന്നത് തന്നെയാണ്. നിങ്ങളെ അമ്മയില്ലേ, നിങ്ങൾ 2 മക്കളുടെ അമ്മയില്ലേ, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നുന്ന ഒരു പെണ്ണിനെ? വെരി ബാഡ്, വെരി ബാഡ്. ആൾക്കാരുണ്ടെന്ന് മീൻസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ കുന്താളിപ്പ് നാട്ടുകാരോട് എടുക്കാൻ നിൽക്കരുത് കേട്ടല്ല. നാട്ടുകാരോട് എടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുന്ന ദിവസമായിരിക്കും നിങ്ങളെ പഞ്ഞിക്കിടാമോ, ചിലപ്പോൾ ഇരുട്ടടി കിട്ടിയെന്നും വരും. എന്തിനാ വെറുതെ ഒന്ന് മേടിച്ചു വെക്കണം. ഞാനെന്തായാലും ചെയ്യില്ല, സോറി. എനിക്ക് ജീവിതത്തിൽ കൊതിയണ്ട. ഞാനിത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് ചൊറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ അപമാനിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് അപ് ടു യു. എന്നെ ബാധിക്കണ കാര്യമല്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് അത് മാത്രമാണ് ബാഡായിട്ട് തോന്നിയത്. അത് മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. എനിക്ക് ബാഡായിട്ട് തോന്നി, ഞാനത് വീഡിയോ ഇട്ടു. അതിൽ ഇവിടം വെച്ച് കഴിഞ്ഞ്. ഇനി നിങ്ങളിത് വലിച്ച് ഇടൂലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് നിങ്ങൾക്ക് കുറേ പേര് വലിച്ചിടാറുണ്ടല്ലോ. അതിൻ്റെ ഇടയിലോട്ട് എന്നെ വലിച്ചിടാൻ നിൽക്കണ്ട. എന്നെ വലിച്ചിട്ടാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. കേരളത്തിലെ ഷെഫീന ബീവിക്ക് മാത്രമല്ല സംസാരിക്കാൻ അറിയുന്നത്. ഓർത്ത് വെച്ചോളാം. ബൈ, ചാച്ചാ. ഇനിയിപ്പോൾ പെണ്ണുങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണേ ചേച്ചി, തെറിയൊന്നും കൂട്ടി പറയരുത് കേട്ടല്ലോ. ആണുങ്ങളെ വിളിക്കുമ്പോൾ ആണുങ്ങൾ അതിനുള്ള റിയാക്ഷൻ തന്നോളും. ആസ് എ പെണ്ണ് എനിക്കത് കേൾക്കുമ്പോൾ ഒരു ബാഡായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളും. വിഷമൊന്നും വിചാരിക്കണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളർന്ന് 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 പന്തലിച്ചു പോട്ടെ. ടാറ്റാ, ലവ് യു.